ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എക്സെപ്റ്റ് ഫ്രം അംബേദ്കർ ദ മേക്കേഴ്സ് ഓഫ് മോഡേൺ ഇന്ത്യ ബൈ രാമചന്ദ്ര ഗുഹ. എക്സെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ബുക്കിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമാണ്. അപ്പോൾ ദ മേക്കേഴ്സ് ഓഫ് മോഡേൺ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ലാർജ് ബുക്കാണ്. അതിലെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് നമുക്ക് പഠിക്കാനുള്ളൂ. ഇവിടെ ചെറിയൊരു ഭാഗം മാത്രമാണെങ്കിലും ഇത് അടങ്ങിയിരിക്കുന്ന മെയിൻ ബുക്കിനെ പറ്റി അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. സോ ഈ ഒരു ബുക്കിൽ മെയിനായിട്ടും രാമചന്ദ്ര ഗുഹ മെൻഷൻ ചെയ്തിട്ടുള്ളത് 19 ഇൻഫ്ലുവൻഷ്യൽ ഇന്ത്യൻസ്, അതായത് 19 പേഴ്സൺസ്. അവർക്കൊരു പ്രത്യേകതയുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ ഹിസ്റ്ററിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ആൾക്കാരാണ്. അവരുടെ സ്വാധീനം കാരണമോ അവരുടെ അധ്വാനം കാരണമോ നമ്മുടെ ഇന്ത്യൻ ഐഡൻറ്റിറ്റി, ഇന്നത്തെ മോഡേൺ ഐഡൻറ്റിറ്റിയിലേക്ക് ലീഡ് ചെയ്യാൻ സഹായിച്ച കുറേ പേഴ്സണാലിറ്റീസ്, അവരെ പറ്റിയാണ് ഈ ഒരു ബുക്കിൽ ഉള്ളത്. അവരുടെ സ്റ്റോറീസാണ്. അപ്പോൾ ഇവർ മെയിനായിട്ടും സാമൂഹിക മാറ്റത്തിന് വേണ്ടിയിട്ട് പോരാടിയ ആൾക്കാരായിരിക്കാം. അതേപോലെ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയ ദേശീയവാദികളുണ്ട്. പിന്നെ അവരവരുടെ അവകാശത്തിന് വേണ്ടിയിട്ട് വാദിച്ച പ്രവർത്തകരുണ്ട്. അതേപോലെ തന്നെ ഇന്ത്യൻ്റെ പൈതൃകത്തിനൊക്കെ സംഭാവന നൽകിയിട്ടുള്ള ഒരുപാട് പ്രതിഭകൾ. ഇവരെല്ലാവരും ഇവരുടെ റിയൽ സ്റ്റോറീസ് പറയുന്ന രീതിയിൽ, അവരുടെ റിയൽ സ്പീച്ചസ് ആ രീതിയിലൊക്കെയാണ് ഈ ഒരു ബുക്കിൽ ഉള്ളത്. ഈ പറയുന്ന എമിനൻ്റ് പേഴ്സണാലിറ്റീസിൻ്റെയൊക്കെ ലൈഫ് ആസ് എ ഹോൾ നോക്കുവാണെങ്കിൽ ഇന്ത്യക്ക് വേണ്ടിയിട്ട് അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ചലഞ്ചസ് അതൊക്കെ ഓവർകം ചെയ്തിട്ടുണ്ട്. ഒരുപാട് സ്ട്രഗിൾസ് അവർ ഫേസ് ചെയ്തിട്ടുണ്ട്. അവരുടെയൊക്കെ ഒരു സ്ട്രഗിൾസിൻ്റെയൊക്കെ ഫലമായിട്ടൊരു മോഡേൺ ഇന്ത്യയെ കെട്ടിപ്പടുത്താനായിട്ട് ഇവരെല്ലാവരും വഴിയൊരുക്കിയിട്ടുണ്ട് എന്ന് തന്നെ പറയാം. അപ്പോൾ ആസ് എ ഹോൾ കളക്ഷൻ ഓഫ് എസ്സേസ് ആൻഡ് സ്പീച്ചസ് ആണ് മേക്കേഴ്സ് ഓഫ് മോഡേൺ ഇന്ത്യ എന്ന് പറയുന്ന ബുക്ക്. അപ്പോൾ ഓരോരോ ചാപ്റ്റേഴ്സാണ്. ഓരോ ചാപ്റ്ററിൻ്റെയും തുടക്കത്തിൽ ഓരോരോ ആൾക്കാരെ പറ്റിയിട്ടായിരിക്കും. അപ്പോൾ അവരുടെ ബയോഗ്രഫി രാമചന്ദ്ര ഗുഹ പറയും. ശേഷം അവരുടെ ലൈഫ് സ്റ്റോറീസ്, പിന്നെ അവരുടെ ആക്ച്വൽ റൈറ്റിങ്സ് ആൻഡ് സ്പീച്ചസ്, ഇത്രയാണ് മെയിനായിട്ടും ഉള്ളത്. അപ്പോൾ 19 ഡിഫറെൻറ്റ് പേഴ്സണാലിറ്റീസ് ആണ് എന്ന് പറഞ്ഞു. അവരാരൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്: മഹാത്മാഗാന്ധി, BR അംബേദ്കർ, ജവഹർലാൽ നെഹ്റു, രവീന്ദ്രനാഥ് ടാഗോർ, ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ, സ്വാമി വിവേകാനന്ദ, ബാലഗംഗാധർ തിലക്, ലാലാ ലജ്പത് റായ്, സുഭാഷ് ചന്ദ്രബോസ്, സർദാർ വല്ലഭായ് പട്ടേൽ, സരോജിനി നായിഡു, EV രാമസ്വാമി, സെയ്ദ് അഹമ്മദ് ഖാൻ, ജ്യോതിറാവ് ഫുലെ, ഗോപാലകൃഷ്ണ ഗോഖലെ, ആനി ബെസൻറ്റ്, മുഹമ്മദ് അലി ജിന്ന, VD സവർക്കർ, റാം മോഹൻ റോയ്. അപ്പോൾ ഇത്രയും ആൾക്കാരുടെ സ്റ്റോറീസാണ് മെയിനായിട്ടുള്ളത്. ഇതിൽ നമ്മൾക്ക് പഠിക്കാനുള്ളത് എബൌട്ട് BR അംബേദ്കറിൻ്റെ ഒരു പാർട്ടാണ്. സ്പെസിഫിക് ആയിട്ട് സിലബസിൽ പേജ് നമ്പർ കൊടുത്തിട്ടുണ്ട്. പേജ് നമ്പേഴ്സ് 287 തൊട്ടിട്ട് 298 or 9 സംതിങ്, അതായത് ഒരു സ്പെസിഫിക് ചാപ്റ്ററാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. സോ BR അംബേദ്കറിൻ്റെ ഒരു പാർട്ട് ഈ ഒരു പേജ് സെക്ഷനിൽ വരുന്നത് ചാപ്റ്റർ 14 ആണ്. ദ വൈസ് ഡെമോക്രാറ്റ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിഫെൻഡഡ് ആൻഡ് ഇൻ്റർപ്രറ്റഡ്. ഓക്കെ, സോ BR അംബേദ്കറിനെ പറ്റിയിട്ടും അതേപോലെ ഹിസ് റോൾ ഇൻ ഡ്രാഫ്റ്റിംഗ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, അതേപ്പറ്റിയൊക്കെയാണ് ഈ ഒരു പെർട്ടിക്കുലർ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. സോ നോക്കാം. ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു നേതാക്കളിൽ ഒരാളാണ് ഡോക്ടർ BR അംബേദ്കർ എന്ന് പറയുന്നത്. അംബേദ്കർ നമുക്കറിയാം ദളിതരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു മേജർ പാർട്ട് ഓഫ് ഹിസ് ലൈഫ് സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ഒരാളും കൂടിയാണ്. സോ ആഫ്റ്റർ ഇൻഡിപെൻഡൻസിന് ശേഷം BR അംബേദ്കർ ഒരു ക്രിട്ടിക് ഓഫ് ഗാന്ധി എന്ന രീതിയിൽ കുറച്ചു കാലം ഉണ്ടായിരുന്നു. സ്ട്രോങ് ക്രിട്ടിക് ഓഫ് ഗാന്ധി ആൻഡ് കോൺഗ്രസ്. ബട്ട് ഹി വാസ് ഇൻവൈറ്റഡ് ടു ബിക്കം ഇന്ത്യാസ് ഫസ്റ്റ് ലോ മിനിസ്റ്റർ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്. അപ്പോൾ സ്വാതന്ത്ര്യത്തിന് ശേഷം ഗാന്ധി, കോൺഗ്രസ് അവരെയൊക്കെ ശക്തമായിട്ട് അവരുടെ ഒരു വിമർശകൻ എന്നുള്ള രീതിയിലായിരുന്നു അംബേദ്കർ ഉണ്ടായിരുന്നത് മെയിനായിട്ടും. അപ്പോൾ എന്നാൽ കൂടി ഇന്ത്യൻ്റെ ആദ്യത്തെ നിയമമന്ത്രിയാകാനായിട്ട് BR അംബേദ്കറിന് ക്ഷണിച്ചു എന്നാണ് പറയുന്നത്. അതേപോലെ ഭരണഘടനയുടെ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു കരട് രൂപീകരണത്തിന് വേണ്ടിയിട്ട് BR അംബേദ്കർ നേതൃത്വം നൽകുകയും ചെയ്തു.
അടുത്തായിട്ട് പറയുന്നത് 1951 ബി ആർ അംബേദ്കർ രാജിവെക്കുന്നു. അതിന് തൊട്ടു മുമ്പ് ഹിന്ദു സ്ത്രീകൾക്ക് പുതിയ പുതിയ അവകാശങ്ങളൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ബി ആർ അംബേദ്കർ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ചിലയിടത്തുനിന്ന് വന്നൊരു ക്രിറ്റിസിസമാണ്, അതായത് കോപ്പി എന്ന രീതിയിൽ, അതായത് പലയിടത്തും കാണപ്പെടുന്ന കുറേ കാര്യങ്ങൾ ഇവിടെയും കാണുന്നു എന്ന രീതിയിൽ. അപ്പോൾ അതിനൊരു ആൻസറായിട്ട് ബി ആർ അംബേദ്കർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ രാജ്യങ്ങളുടെയും കോൺസ്റ്റിറ്റ്യൂഷൻസൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിലും മനുഷ്യന് കോമൺ ആയിട്ട് വേണ്ട കുറേ ബേസിക് നീഡ്സ്, അങ്ങനത്തെ കുറേ അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ അതെല്ലായിടത്തും കാണും. ഓക്കെ, അപ്പോൾ ഈ ഒരു സിമിലാരിറ്റീസ് ഉണ്ട് എന്ന് വെച്ച് അത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ഡിഫക്റ്റ് അല്ല. ഇതൊരു മനുഷ്യൻ്റെ അവകാശങ്ങൾ ഇതെല്ലായിടത്തും തന്നെ കോമൺ ആണ്. അതുകൊണ്ടാണ് ഈ രീതിയിൽ സിമിലാരിറ്റീസ് വന്നത് എന്ന രീതിയിൽ അംബേദ്കർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്തതായിട്ട് അംബേദ്കർ പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് അഡാപ്റ്റഡ് കെയർഫുള്ളി ടു ഇന്ത്യാസ് നീഡ്സ്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള ഓരോ കാര്യങ്ങളും ഇന്ത്യയിലെ ജനങ്ങളുടെ ആവശ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് ചെയ്തതാണ്. അതല്ലാതെ എവിടെ നിന്നും ബ്ലൈൻഡായിട്ട് കോപ്പി ചെയ്ത് പകർത്തി വെച്ചതല്ല. ജനങ്ങളുടെ ആവശ്യങ്ങൾ എന്താണോ അതിനനുസരിച്ചുള്ള ഒന്ന് തന്നെയാണ് ഇപ്പോഴത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. പിന്നെ ബോറോയിങ് ദ പാർട്സ് ഫ്രം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. അപ്പോൾ ആ ഒരു സെക്ഷൻ അത് കോപ്പി ചെയ്തിട്ടുണ്ട്. അത് ആവശ്യമാണ് ഫോർ വാട്ട് അഡ്മിനിസ്ട്രേറ്റീവ് റീസൺസ്. അപ്പോൾ ചില ഭരണപരമായിട്ടുള്ള ആവശ്യങ്ങൾ നടക്കണമെങ്കിൽ ഈ ഒരു പാർട്ട് അവിടെ കൊടുക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് എന്നും പറയുന്നു. അതുകൊണ്ട് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റിൽ നിന്നും ചില ഭാഗങ്ങൾ കടമെടുത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തതായിട്ട് ഹി അഗെയിൻ സേസ് ദാറ്റ് ബോറോയിങ് ദ ഐഡിയാസ് ഇസ് നോട്ട് റോങ്. അപ്പോൾ അങ്ങനെ ബോറോ ചെയ്ത് കുറേ കാര്യങ്ങൾ എടുത്തു എന്നത് വെച്ച് അത് തെറ്റല്ല. കാരണം ഫണ്ടമെൻ്റൽ കോൺസെപ്റ്റ്സ് ബിലോങ്സ് ടു എവ്രി വൺ. ജനങ്ങളുടെ ആവശ്യങ്ങൾ എന്ന് പറയുന്നത് പലയിടത്തും ഉള്ള ജനങ്ങളാണെങ്കിലും കോമൺ ആയിട്ട് എല്ലാവരിലും കാണുന്ന കുറേ സിമിലർ നീഡ്സ് ഉണ്ട്. ഓക്കെ, അതുമായിട്ട് ബന്ധപ്പെടുന്ന കുറേ കോൺസെപ്റ്റുകൾ എല്ലായിടത്തും ഒരേപോലെ തന്നെ ആയിരിക്കും. ഹി എംഫസൈസ്ഡ് ദ നീഡ് ഫോർ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി അത് ആവശ്യമാണ് എന്ന് പറയുന്നു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോൺസ്റ്റിറ്റ്യൂഷൻ അതിലുള്ള റൂൾസ് അതിനോട് ഉള്ളൊരു ഡീപ്പ് റെസ്പെക്റ്റ് കീപ്പ് ചെയ്യണം. ഓക്കെ, നമ്മളുടെ ഡെമോക്രാറ്റിക് എൻവയോൺമെൻറ്റ് സേഫായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് വി ഹാവ് ടു കീപ്പ് റെസ്പെക്റ്റ് ടുവേർഡ്സ് ഇറ്റ് എന്ന രീതിയിൽ പറയുന്നു. അതിന് വിളിക്കുന്ന പേരാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി എന്ന് പറയുന്നത്. അടുത്തായിട്ട് പറയുന്നത് ഡെമോക്രസി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് മുമ്പോട്ടേക്ക് നന്നായിട്ട് പ്രവർത്തിക്കണമെങ്കിൽ എന്താണ്, ജനങ്ങളുടെ സഹകരണം വളരെ അത്യാവശ്യമാണ്. എന്നും ഒരു റെസ്പെക്റ്റ് കീപ്പ് ചെയ്യണം. എല്ലാ പറയുന്ന കാര്യങ്ങളോടും ജനങ്ങൾ യോജിക്കണം എന്നില്ല, എതിർപ്പുകൾ ഉണ്ടാകാം. എന്നാലും ഭരണഘടന എന്ന് നമ്മുടെ രാജ്യത്ത് ഉണ്ടെങ്കിൽ അതിനെ വിയോജിപ്പുകളൊക്കെ മറന്ന് റെസ്പെക്റ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് എന്ന് ബി ആർ അംബേദ്കർ പറയുകയാണ്. അടുത്തായിട്ട് പറയുന്നത് ദ വേ ഗവൺമെൻറ് വർക്ക്സ് ഷുഡ് മാച്ച് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്ന പല കാര്യങ്ങളും അതിനോട് മാച്ച് ആയിട്ടായിരിക്കണം ഏതൊരു ഗവൺമെൻറ്റും അവരുടെ ഭരണം എന്ന് പറയുന്നത്. It is safer to include administration details in constitution rather than leaving them to the government. അപ്പം ഏത് രീതിയിലാണ് ഭരണം വേണ്ടത് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ അതുമായിട്ട് അവിടെ ആഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും, ഇൻക്ലൂഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അത് കുറച്ചും കൂടെ ഒരു ബെറ്റർ ഗവേണേഴ്സിലേക്ക് ലീഡ് ചെയ്യും. ഗവൺമെൻറ്റിന് അവരുടെ എങ്ങനെയാണോ ഭരിക്കേണ്ടത് അത് അവർക്ക് വിട്ടുകൊടുക്കാതെ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ എല്ലാവരും കൂടി ആലോചിച്ച് തീരുമാനങ്ങൾ എങ്ങനെ വേണം ഭരണം എന്നത് ഇൻക്ലൂഡ് ചെയ്ത് അത് ഫോളോ ചെയ്യുന്നത് കുറച്ചും കൂടെ ഒരു ബെറ്റർ എൻവയോൺമെൻറ്റ് സൃഷ്ടിക്കും എന്ന രീതിയിൽ അഭിപ്രായം പറയുന്നു. ഹി ഓൾസോ ആർഗ്യൂഡ് ദാറ്റ് പീപ്പിൾ ഷുഡ് ലേൺ ടു റെസ്പെക്റ്റ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ബിക്കോസ് ഇന്ത്യ ഇസ് സ്റ്റിൽ ന്യൂ ടു ദ ഡെമോക്രസി. പിന്നെ അടുത്തായിട്ട് പറയുന്നത് ഇവിടെ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് തന്നെ ആയിക്കോട്ടെ അതിലുള്ളത്
അത് ഫുള്ള് നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം. നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനോടൊരു റെസ്പെക്റ്റ് എപ്പോഴും കീപ്പ് ചെയ്യണം. ഓക്കെ. സോ നമ്മുടെ കൺട്രി എന്ന് പറയുന്നത് ഡെമോക്രസീനോട് പരിചിതമായിട്ട് വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാകാം. അപ്പോൾ അതേപോലെ തന്നെ ഈ കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള കുറേ കാര്യങ്ങളുണ്ടാകാം, അതിനെ ഡിഫെൻഡ് ചെയ്യുന്ന ആൾക്കാരുണ്ടാകാം. ഓൾഡ് സിസ്റ്റം, ഇന്ത്യയിലുണ്ടായിരുന്ന ആദ്യത്തെ സിസ്റ്റം ഉണ്ടല്ലോ, അതുപോലെ ആയിരിക്കണം വേണ്ടത് എന്ന് അഭിപ്രായം പറയുന്നവരുണ്ടാകാം. പക്ഷേ അംബേദ്കർ അതിനെയൊക്കെ ഡിസഗ്രി ചെയ്തിട്ട് പറയുകയാണ്, എന്താണ്, നമ്മളെപ്പോഴും പഴയതിന് നിൽക്കാതെ ഒരു മോഡേണിറ്റിയിലേക്കുള്ള ഒരു യാത്രയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മോഡേൺ ഗവൺമെൻറ് നീഡ്സ് മോർ ദാൻ ജസ്റ്റ് വില്ലേജ് ലെവൽ സെൽഫ് റൂൾ. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന അത് തന്നെ ഫോളോ ചെയ്യാതെ പുതിയ പുതിയ പരീക്ഷണങ്ങളിലേക്ക്, പുതിയ പാതകളിലേക്ക് നമ്മൾ തിരിയേണ്ടത് അത്യാവശ്യം ആണ് എന്ന രീതിയിലാണ് അംബേദ്കർ പറയുന്നത്. അതേപോലെ അംബേദ്കർ ഇന്ത്യയിലെ ഗ്രാമീണ സമൂഹങ്ങളുണ്ട്, അവരുടെ രീതികളെയൊക്കെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അംബേദ്കറിൻ്റെ ഒരു അഭിപ്രായത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വില്ലേജസ് സർവൈവ്ഡ് മെനി ഇൻവേഷൻസ് ആൻഡ് ചേഞ്ചസ്, ദേ ലീവ്ഡ് സെൽഫിഷ്ലി വിതൗട്ട് ഹെൽപ്പിംഗ് കൺട്രീസ് പ്രോഗ്രസ്. വില്ലേജ് ലൈഫ് എന്ന് പറയുന്നത് അവരിൽ തന്നെ ഒതുങ്ങി നിൽക്കുന്ന രീതിയിൽ അവരുടെ സർവൈവലിന് വേണ്ടിയിട്ട് അവർ പല ചേഞ്ചസ് വരുത്തും, ഇൻവേഷൻസ് നടത്തും. അവരിൽ തന്നെ ഒതുങ്ങുന്ന രീതിയിലൊന്നാണ് അത്. ഈ ഒരു ഡെമോക്രാറ്റിക് സിസ്റ്റം എന്ന് പറയുന്നതിനോട് കുറച്ച് ഇൻഡിഫറൻ്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ അംബേദ്കർ ക്രിട്ടിസൈസ് ചെയ്യുന്നു ടുവേർഡ്സ് ദിസ് ലൈഫ് ഓഫ് വില്ലേജ് കമ്മ്യൂണിറ്റീസ്. അതേപോലെ BR അംബേദ്കർ ബിലീവ് ചെയ്തിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, വില്ലേജസ് അവരുടെ ഒരു ലൈഫ് ഇഗ്നോറൻസ്, അറിവില്ലായ്മ, അതേപോലെ ക്രൂക്കഡ്നെസ്, നാരോ മൈൻഡഡ്നെസ്, അതേപോലെ കമ്മ്യൂണലിസം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പ് അതിനെ മാത്രം ഫോക്കസ് ചെയ്ത് അങ്ങനത്തെ കുറേ കാര്യങ്ങളിൽ മുൻപോട്ട് പോയതാണ് ഈ ഒരു വില്ലേജ് ലൈഫ് എന്ന് പറയുന്നത്. അതായത് ഈ പറയുന്ന ആ ഒരു സമയത്തെ വില്ലേജ് ലൈഫ്. അപ്പോൾ അതിനെ മാറ്റി വെച്ചുകൊണ്ട് അംബേദ്കർ വിശ്വസിക്കുന്നത് ഡെമോക്രസി അതിൻ്റെ ഏറ്റവും മൈനർ യൂണിറ്റ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വലാണ്. ഓക്കെ, നമ്മൾ ഓരോരുത്തരിലും ഉള്ള ഇൻഡിവിജ്വൽ പേഴ്സൺ എന്ന രീതിയിലാണ്, അല്ലാതെ വില്ലേജ് കമ്മ്യൂണിറ്റി അതാവരുത് എന്ന രീതിയിലാണ് പറയുന്നത്. നെക്സ്റ്റ്, സെൻട്രലൈസേഷൻ ഓഫ് ദ പവർ എന്ന രീതിയിൽ അംബേദ്കർ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഈവൻ ഇഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ട്രൈസ് ടു ലിമിറ്റ് ദ സെൻറ്റേഴ്സ് പവർ, മോഡേൺ കണ്ടീഷൻസ് നാച്ചുറലി മേക്ക് സെൻട്രൽ ഗവൺമെൻറ് സ്ട്രോങ്ങർ. ഒരു സെൻട്രൽ ഗവൺമെൻറ് അതിൻ്റെ ഒരു അധികാരപരിധിയിൽ നിന്നുകൊണ്ടുള്ള ഒരു എൻവയോൺമെൻറ്റിൽ ശരിക്കും കോൺസ്റ്റിറ്റ്യൂഷനിൽ അങ്ങനെയൊന്നും പറയുന്നില്ല. ഒരു സെൻട്രൽ പവറിൻ്റെ ആ ഒരു റോളിനെ ഈക്വലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നാൽ കൂടി മോഡേൺ കണ്ടീഷൻസ് മെയിനായിട്ടും ഈ സെൻട്രൽ ഗവൺമെൻറ് അവരുടെ പവർ ഏറ്റവും സ്ട്രോങ് എന്ന രീതിയിൽ തന്നെ കൺസിഡർ ചെയ്തു പോകും എന്ന രീതിയിൽ പറയുന്നു. ഹൗവർ ഹി വാണ്ടഡ് ദാറ്റ് സെൻറ്റർ ഷുഡ് നോട്ട് ബിക്കം ടു പവർഫുൾ. ഈ ഒരു സെൻറ്റർ ഉണ്ടാകും, എല്ലാത്തിനെയും കണക്ട് ചെയ്യുന്ന ഭരിക്കുന്ന ഒരു സെൻറ്റർ ഉണ്ടാവും. അത് അത്രമാത്രം പവർഫുൾ ഒരിക്കലും ആകരുത്, അത്രമാത്രം സ്ട്രോങ്ങർ ആകരുത് എന്ന രീതിയിൽ അംബേദ്കർ പറയുന്നു. ജനങ്ങളും അതായത് ഈ പറയുന്ന പവറും അവർ തമ്മിലൊരു ബാലൻസിൽ വേണം മുമ്പോട്ടേക്ക് പോകാൻ. അതായത് പവർ എന്ന് പറയുന്നത് ഏറ്റവും മുകളിലും ജനങ്ങൾ താഴെയും ആ രീതിയിൽ ഒരിക്കലും പോകരുത്. സോ ഈ ഒരു പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റിയിട്ടുള്ള ഡിസ്കഷൻ പല പ്രൊവിൻഷ്യൽ അസംബ്ലിയിലും ഡിസ്കസ് ചെയ്തു, ബോംബെ, മദ്രാസ്, ബീഹാർ. പക്ഷേ അവിടെ വേറെ ഒരു കാര്യങ്ങൾക്കും ഒബ്ജെക്ഷൻ വന്നില്ല. പക്ഷേ ഫിനാൻഷ്യൽ മാറ്റേഴ്സ് അതിന് മാത്രമാണ് ചെറിയ രീതിയിലുള്ള ഒബ്ജെക്ഷൻസ് ഒക്കെ വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അംബേദ്കറിനൊരു വിശ്വാസം ഉണ്ടായിരുന്നു, ഈ കോൺസ്റ്റിറ്റ്യൂഷൻ വർക്കാവും, ഇത് ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യും എന്ന രീതിയിലും ഇന്ത്യയെ ഒന്നിച്ച് അതായത് ടുഗെദറിൽ ഒരു സമാധാനത്തിലും എല്ലാം മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സഹായകമാകും എന്ന രീതിയിൽ ക്രൈസിസിൻ്റെ ടൈമിലാണെങ്കിലും സമാധാനത്തിൻ്റെ സമയത്താണെങ്കിലും എല്ലാത്തിനും ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അതിൽ പറയുന്ന കാര്യങ്ങളെ റെസ്പെക്റ്റ് ചെയ്യാനായിട്ട് ആൾക്കാർക്ക് പ്രേരകമാകും എന്നൊരു വിശ്വാസം അംബേദ്കറിന് ഉണ്ടായിരുന്നു. അടുത്തതായിട്ട് പറയുന്നത്, ഇപ്പോൾ രാജ്യത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ ഒരു സമയത്ത് എന്തെങ്കിലും വഴിതെറ്റിപ്പോയി കഴിഞ്ഞാൽ, എനിത്തിങ് വെൻറ്റ് റോങ്, അങ്ങനെയാണെങ്കിൽ തന്നെ അത് കോൺസ്റ്റിറ്റ്യൂഷൻ ബാഡ് ആയതുകൊണ്ടായിരിക്കില്ല,
നേരെ മറിച്ച് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അവരുടെ പ്രശ്നങ്ങളായിരിക്കാം, അവരുടെ ചിന്താഗതി, അവരുടെ പ്രവർത്തികൾ കൊണ്ട് മാത്രമേ ആകുകയുള്ളൂ. ഓക്കെ, സോ അംബേദ്കറിൻ്റെ ഈ ഒരു സ്പീച്ചിൽ മെയിനായിട്ടും അംബേദ്കർ ഗേവ് ക്രെഡിറ്റ്സ് ടു സം അതർ പീപ്പിൾ. ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അതിൻ്റെ ഒരു ഡ്രാഫ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള കുറച്ച് ആൾക്കാരോട് നന്ദി പറയുന്നുണ്ട്. അത് ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സർ BN റാവു ഇനീഷ്യൽ ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്ത ആളാണ്. അതേപോലെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി മെമ്പേഴ്സ് ഉണ്ട്, അവരുടെ ഹാർഡ് വർക്ക്, കോപ്പറേഷൻ അതൊക്കെ ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ SN മുഖർജി ഫോർ ക്ലിയർലി റൈറ്റിംഗ് ദ കോംപ്ലക്സ് ഐഡിയ സിമ്പിൾ ലീഗൽ ലാംഗ്വേജിൽ എഴുതാൻ സഹായിച്ച ആളായിരുന്നു. അതേപോലെ കുറച്ച് സ്റ്റാഫ് ഉണ്ടായിരുന്നു SN മുഖർജീൻ്റെ കീഴിൽ, അവരും ഒരുപാട് ലേറ്റ് നൈറ്റ്സിലൊക്കെ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്തായിട്ട് അംബേദ്കർ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീ സെഡ് ദാറ്റ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി, ഈ ഭരണഘടന ഇതിൻ്റെ പ്രിപ്പറേഷൻ അതിന് വേണ്ടിയിട്ടുണ്ടായിരുന്ന ഈ ഒരു അസംബ്ലി എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു റാൻഡം ക്രൗഡ് മാത്രമല്ല, പക്ഷേ ആ ഒരു ഗ്രൂപ്പിലുണ്ടായിരുന്ന ഓരോരുത്തരും യുണൈറ്റഡ് ആയിട്ട് അവർ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓരോരുത്തരും അവരവരുടെ ജോലി കൃത്യമായിട്ട് നിർവഹിച്ച ഒരു ഐക്യ സംഘം തന്നെ ആയിരുന്നു എന്ന രീതിയിൽ പറയുന്നു. അതേപോലെ ഹി സെഡ് ദാറ്റ് ദ കോൺഗ്രസ് പാർട്ടി, അതായത് നിയമസഭയിൽ കാര്യങ്ങളൊക്കെ ചിട്ടയായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് കോൺഗ്രസ് പാർട്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളും അവരോട് യോജിക്കുന്നില്ലെങ്കിലും അവരോട് സ്വതന്ത്രമായിട്ട് സംസാരിക്കാനും ചോദ്യങ്ങൾ ഉന്നയിക്കാനും അങ്ങനെയൊക്കെ കുറേ അംഗങ്ങളെ എടുത്തു പറയുന്നുണ്ട്. പിന്നെ പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ എത്ര ഗ്രേറ്റ് ആയിട്ടും കാര്യമില്ല, ഭരിക്കുന്ന ആൾക്കാരും കൂടെയുള്ള ജനങ്ങളും അവർ റോങ് സൈഡിലേക്കാണ് പോകുന്നതെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനും ഓട്ടോമാറ്റിക്കായിട്ട് ഫെയിലാവും. നേരെ മറിച്ച് ഒരു ഓർഡിനറി കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ കൂടി റൂളേഴ്സും അതേപോലെ അതായത് ജനങ്ങളും സോ പവർഫുള്ളാണ്. അവർ രാജ്യത്തിൻ്റെ പുരോഗതി എന്ന ലക്ഷ്യം വെച്ച് ഒരു മ്യൂച്വൽ റെസ്പെക്റ്റോട് കൂടിയിട്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ആ ഒരു രാജ്യം പ്രോഗ്രസ്സിലേക്ക് തന്നെ പോകും, ഈവൻ ഇഫ് ഇൻ ദ ആബ്സെൻസ് ഓഫ് എ ഗുഡ് കോൺസ്റ്റിറ്റ്യൂഷൻ. അടുത്തായിട്ട് പറയുന്നത് ചില ആൾക്കാർ, ചില ഗ്രൂപ്പുകളായിക്കോട്ടെ, ലൈക്ക് കമ്മ്യൂണിസ്റ്റ്, സോഷ്യലിസ്റ്റ്, കുറേ പേർക്ക് വിയോജിപ്പ് ഉണ്ടാകാം. ഓക്കെ, അത് അവരുടെ ചിന്താഗതി കാരണമായിരിക്കാം, അല്ലാണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ബാഡ് ആയതുകൊണ്ട് മാത്രം ആയിരിക്കില്ല. കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്നൊരു വിഭാഗം, അവരുടെ ഒരു ആവശ്യം എന്ന് പറയുന്നത് തൊഴിലാളികൾ അവർ രാജ്യം ഭരിക്കണം എന്ന രീതിയിൽ ചിന്തിച്ചവരാണ്. അതൊരു പക്ഷേ ജനാധിപത്യം അല്ല. സോഷ്യലിസ്റ്റുകൾ ചിന്തിച്ചിട്ടുള്ളത് എന്താണ്? ജനങ്ങളുടെ സ്വത്തുക്കളെല്ലാം പണം നൽകാതെ കൈക്കലാക്കാനും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെയാണ് സോഷ്യലിസ്റ്റുകളൊക്കെ ചിന്തിച്ചിട്ടുള്ളത്. ഓക്കെ, അവർക്കൊരു ഫുൾ ഫ്രീഡം ഉണ്ടാവാം ഗവൺമെൻറ്റിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ. അപ്പോൾ അവിടെയും ഒരു ഡെമോക്രസി വരുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ഗ്രൂപ്പുകാർക്ക് ഇതേപോലെയുള്ള ഈ ഡ്രാഫ്റ്റ് ചെയ്ത കോൺസ്റ്റിറ്റ്യൂഷൻ അതിനോട് വിയോജിപ്പ് ഉണ്ടാകാം എന്ന രീതിയിൽ പറയുന്നു. നെക്സ്റ്റ് അംബേദ്കർ പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ അതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് എല്ലാ ജനങ്ങൾക്കും വേണ്ടിയാണ്. അവരുടെ ഉള്ളിൽ അവരാഗ്രഹിക്കുന്ന രീതിയിലുള്ളൊരു ഭരണം, അതേപോലെ അന്തരീക്ഷം, ഇതിനൊക്കെ ഹെൽപ്ഫുൾ ആവുന്ന രീതിയിലാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ളത്. അല്ലാതെ എ ഫ്യൂ ഗ്രൂപ്പ്സ് അവരുടെ ഇൻട്രസ്റ്റ് കീപ്പ് ചെയ്യുന്നതിന് വേണ്ടി അല്ല. ഓക്കെ, പീപ്പിൾ ഷുഡ് റെസ്പെക്റ്റ് ലീഡേഴ്സ് ബട്ട് ഓൾവേസ് റിമെമ്പർ ടു ക്വസ്റ്റ്യൻ ദം ഇഫ് ദേ ഡു റോങ്. റൂളേഴ്സ് എന്ന് പറയുന്നതായിക്കോട്ടെ, ലീഡേഴ്സ് തന്നെ ആയിക്കോട്ടെ, അവരെ ജനങ്ങൾ റെസ്പെക്റ്റ് ചെയ്യണം. ബട്ട് അവരുടെ ഭാഗത്തു നിന്നൊരു റോങ് ഉണ്ടായിക്കഴിഞ്ഞാൽ അവരെ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ളൊരു പവർ കൂടി ആൾക്കാർക്ക് വേണം. ഡെമോക്രസി ഷുഡ് യൂസ് പീസ്ഫുൾ വേയ്സ് ലൈക്ക് വോട്ടിംഗ്, നോട്ട് വയലൻസ് ഓർ പ്രൊട്ടസ്റ്റ്. ഡെമോക്രസിയും കൊണ്ട് ഉദ്ദേശിക്കുന്നത് സമാധാനപരമായിട്ടുള്ള തിരഞ്ഞെടുക്കൽ, അത് അല്ലാതെ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാനായിട്ട് വയലൻസ്, പ്രൊട്ടസ്റ്റ് ഇതല്ല. നേരെ മറിച്ച് എല്ലാ ജനങ്ങളുടെയും ഈക്വൽ പാർട്ടിസിപ്പേഷനോട് കൂടിയിട്ടുള്ള ഒരു റിസൾട്ട്, അതാണ് ഡെമോക്രസി. അതേപോലെ അംബേദ്കർ പറയുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത് ലീഡേഴ്സിനെ ഗാഢമായിട്ട് വർഷിപ്പ് ചെയ്യേണ്ട കാര്യമില്ല. അത് ശരിക്കും ഡെമോക്രസീനെ ഡിസ്ട്രോയ് ചെയ്യും. ഗാഢമായിട്ട് വർഷിപ്പ് ചെയ്തു കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന തെറ്റുകളെ സപ്പോർട്ട് ചെയ്യും.
നേരെ മറിച്ച് എന്താണ് ലീഡേഴ്സ് എന്നുള്ള രീതിയിൽ നമ്മൾ എടുക്കുക, നമ്മൾക്ക് ഗുഡ് എന്ന് തോന്നുന്ന രീതിയിലുള്ള കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യുക എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അടുത്തതായിട്ട് പറയുന്നത് റിയൽ ഡെമോക്രസി. അവിടെ അത്യാവശ്യമായിട്ട് വേണ്ടത് ലിബർട്ടി, ഫ്രട്ടേണിറ്റി ആൻഡ് ഈക്വാലിറ്റി. ഇത് മൂന്നും ഒന്നിച്ച് മുമ്പോട്ട് പോകണം. ഹീ വാണ്ട് ദാറ്റ് ഹീറോ വർഷിപ്പ് ആൻഡ് സോഷ്യൽ ഇനീക്വാലിറ്റി ക്യാൻ ഡിസ്ട്രോയ് റിയൽ ഡെമോക്രസി. അതായത് ഹീറോ വർഷിപ്പ് എന്ന് പറയുന്നത് ഒരു ലീഡർ ഉണ്ടെങ്കിൽ അയാളുടെ എല്ലാ കാര്യങ്ങളെയും സപ്പോർട്ട് ചെയ്യുന്ന ഒന്ന്, അത് ചെയ്യരുത്. അതേപോലെ ഇനീക്വാലിറ്റീസ്, ഇത് രണ്ടും നിലനിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ റിയൽ ഡെമോക്രസി ഒരിക്കലും ഉണ്ടാവില്ല. ഡോക്ടർ അംബേദ്കർ സെഡ് ദാറ്റ് വിത്തൗട്ട് എക്കണോമിക് ആൻഡ് സോഷ്യൽ ഇനീക്വാലിറ്റി, ഇതും ആവശ്യമാണ്. സാമ്പത്തികമായിട്ടുള്ള രീതിയിലാണെങ്കിലും ഈക്വൽ വേജസ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ, അതേപോലെ കാസ്റ്റ് ബേസ്ഡ് ഡിസ്ക്രിമിനേഷൻ ഒന്നുമില്ലാത്ത ഒരു സൊസൈറ്റി, അതും അത്യാവശ്യമാണ് എന്ന രീതിയിലാണ് പറയുന്നത്. റിയൽ ഡെമോക്രസി എന്ന് പറയുമ്പം ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഒന്നായിരിക്കും. അവിടെ കാസ്റ്റ് ഡിവിഷൻസ് ഉണ്ടാവില്ല. അടുത്തതായിട്ട് അമേരിക്ക, അവിടുത്തെ സിറ്റുവേഷനുമായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. ദേ സ്ട്രഗിൾഡ് വിത്ത് നാഷണൽ യൂണിറ്റി. അതുപോലെ ഒരു സമയത്തൊക്കെ ഇന്ത്യയിലാണെങ്കിലും ഒരുപാട് കാസ്റ്റ്, അവരവരുടെ ഡിഫറെൻറ്റ് ബാരിയേഴ്സ്, അവരുടെ ലോകത്തിൽ ഒതുങ്ങി നിൽക്കുന്ന ഡിഫറെൻറ്റ് സെക്ഷൻസ് ഉണ്ടായിരുന്നു. ഇതൊക്കെ ഒരൊറ്റ നാഷൻഹുഡ് എന്ന രീതിയിൽ ലേക്ക് മാറാനായിട്ട് വളരെയധികം ഡിഫിക്കൾട്ട് ആയിട്ട് നിലനിൽക്കുന്ന സിറ്റുവേഷൻസാണ്. ഇങ്ങനെ ഡിവിഷൻസ് ഉണ്ടെങ്കിൽ കൂടി അവിടെ ഒരു ഒറ്റ ഡെമോക്രസി, ഒരു ഈക്വാലിറ്റി, അതൊന്നും അവിടെ വരാനായിട്ട് സാധ്യത കുറവാണ്. ടു സക്സീഡ് ആസ് റിയൽ നേഷൻ ഇന്ത്യ മസ്റ്റ് റിമൂവ് കാസ്റ്റ് ബാരിയേഴ്സ്. അപ്പോൾ ഇതേപോലെ വർണ്ണ വിവേചനങ്ങൾ, ജാതി വിവേചനങ്ങൾ, ഇതൊക്കെ ഒഴിവാക്കണമെന്ന രീതിയിൽ BR അംബേദ്കർ അവിടെ പറയുകയാണ്. ലാസ്റ്റ് BR അംബേദ്കർ പറയുന്നത്, ഫോർ എ ലോങ് ടൈം ഓൺലി എ ഫ്യൂ പീപ്പിൾ had power in India while the poor and weak are treated badly. കുറേ കാലങ്ങളായിട്ട് പവർഫുൾ ആയിട്ടുള്ളൊരു സെക്ഷൻ ഉണ്ട്, അവർക്ക് ഒരുപാട് അധികാരങ്ങളുണ്ടാവാം, സ്വാതന്ത്ര്യങ്ങളുണ്ടാവാം. പക്ഷേ വേറൊരു സെക്ഷൻ ഉണ്ട്, പുവർ ആൻഡ് വീക്ക്, അവരെപ്പോഴും ബാഡായിട്ടായിരിക്കും അവർക്ക് കിട്ടുന്ന ട്രീറ്റ്മെൻറ്റ്. നൗ ദീസ് പീപ്പിൾ വാണ്ട് ടു ഹാവ് വോയിസ് ആൻഡ് ഗവേൺ ദംസെൽഫ്. അപ്പോൾ ഇന്ന് BR അംബേദ്കർ അവർക്ക് വേണ്ടി സംസാരിക്കുകയാണ്. അവർക്കും ഒരു വോയിസ് വേണം, അവർക്കും സ്വാതന്ത്ര്യം വേണം, ഈക്വാലിറ്റി വേണം. ഇഫ് ദർ നീഡ്സ് ആർ നോട്ട് ടേക്കൺ സീരിയസ്ലി, അപ്പം അവരുടെ ആവശ്യങ്ങൾ അവരെ കണ്ടില്ല എന്ന് നടിച്ചു കഴിഞ്ഞാൽ ശരിക്കും അത് നമ്മുടെ നാഷൻഹുഡിനെ ബാധിക്കുന്ന ഒരു കോൺഫ്ലിക്റ്റിലേക്ക് തന്നെ ലീഡ് ചെയ്യുന്ന രീതിയിലേക്ക് അത് പോകും. ഹീ സെഡ് ദാറ്റ് ട്രൂ ഡെമോക്രസി നീഡ്സ്. അപ്പോൾ ട്രൂ ഡെമോക്രസി വരണമെങ്കിൽ നോട്ട് ജസ്റ്റ് ഫ്രീഡം ആൻഡ് വോട്ടിംഗ് റൈറ്റ്സ്. അപ്പോൾ ഫ്രീഡവും വോട്ടിംഗ് റൈറ്റും മാത്രം എല്ലാവർക്കും കിട്ടിയാൽ പോരാ, എല്ലാ കാര്യങ്ങളിലും ഈക്വാലിറ്റി, ബ്രദർഹുഡ്, ഡേ ടു ഡേ ലൈഫിൽ അവർക്ക് കിട്ടണം എന്ന രീതിയിലാണ് അംബേദ്കർ പറയുന്നത്. അപ്പം ഇത്രയുമാണ് ഈ ഒരു പെർട്ടിക്കുലർ പറഞ്ഞിട്ടുള്ള പേജസിൽ മെൻഷൻ ചെയ്തിട്ടുള്ള കാര്യം. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് ചാപ്റ്റർ.